നമസ്കാരം. സത്യം പറയുന്നവർക്ക് സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കുന്നൊരു പതിവ് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അങ്ങനെ ചാർത്തിക്കൊടുത്താൽ സംഘികളെല്ലാം സത്യം പറയുന്നവരാണ് എന്ന് സാധാരണക്കാർ ചിന്തിക്കില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ കമ്മിക്കൂട്ടങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് സംഘി എന്ന് ചാപ്പ കുത്തിയാൽ സത്യം പറയുന്നവർ പേടിച്ച് നിർത്തുമെന്നാണ്. ഇനി അതല്ല, നിർത്തിയില്ലെങ്കിലും അവർ പറയുന്ന സത്യം നുണയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ച് ആളുകൾ കേൾക്കാതിരിക്കുമെന്നാണ്. പക്ഷെ അതൊക്കെ അവരുടെ തോന്നൽ മാത്രം. സംഘിപ്പട്ടം ചുമന്ന് ഒരുപാട് കാലമായി നടന്നിട്ടും ഓരോ ദിവസവും പ്രേക്ഷകരുടെ എണ്ണം കൂടി വരുന്ന എളിയവനായ എൻ്റെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി കമ്മികളുടെ ദയനീയ സ്ഥിതി അറിയാൻ. ഈ സംഘിപ്പട്ടം മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മാത്രമല്ല, ഹൈക്കോടതി ജഡ്ജിമാർക്ക് പോലും ഈ കമ്മിക്കൂട്ടം നൽകും. അവർക്കിഷ്ടമില്ലാത്തത് കേട്ടാൽ, അവർക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ അവർ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പട്ടമായതുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് നേരത്തെ തന്നെ ഈ സംഘിപ്പട്ടം കിട്ടി. സർക്കാരിൻ്റെ കൊള്ളയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴൊക്കെ ഒരു ഹൈക്കോടതി ജഡ്ജാണെന്ന് പോലും മറന്ന് ദേവൻ രാമചന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന സൈബർ വിഭാഗമുണ്ട്. PK സുരേഷ് കുമാർ എന്ന പേരുള്ള ഒരു സൈബർ കമ്മി എത്രയോ കാലമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ മാത്രം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ വാ തുറക്കുന്നതും ഫേസ്ബുക്കിൽ വാർത്ത എഴുതുന്നതുമൊക്കെ ദേവൻ രാമചന്ദ്രനെ ചീത്ത വിളിക്കാനാണ്. ഒരാളുടെ പിന്നാലെ ഡെഡിക്കേറ്റ് ചെയ്ത് നടന്ന് ആക്രമിക്കാൻ ആരെങ്കിലും ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവരുടെ ജീവിതം ദുസ്സഹമാകും എന്നത് വാസ്തവമാണ്. ദേവൻ രാമചന്ദ്രൻ്റെ പിന്നാലെ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് യുദ്ധം നടത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് സുരേഷ് കുമാർ. ജഡ്ജിമാർക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് അവർക്ക് വായടച്ചിരിക്കേണ്ടി വരുന്നു എന്ന് മാത്രം. PK സുരേഷ് കുമാർ ജസ്റ്റിസ് ദേവനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും വെറുതെ വിടാതെ അപമാനിച്ചുകൊണ്ടിരുന്നു. ആ വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഈ വിഷയം അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഒരു കുറിപ്പെഴുതി. ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യം വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില എഴുത്തുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തീർത്തും തെറ്റും നിയമവിരുദ്ധവുമായ വസ്തുതകൾ നിരത്തി ആദരണീയനായ ന്യായാധിപൻ എന്തോ വലിയ അപരാധം ചെയ്തുവെന്നും ഉടൻ ആരോ നടപടിയെടുക്കും എന്ന നിലയിൽ ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പടച്ചുവിടുകയും അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് കുറ്റകരവും കർശനമായി നിയന്ത്രിക്കേണ്ടതുമാണ്. ദേവൻ സാർ ഒരു ജഡ്ജി എന്നതിനപ്പുറം കേരളീയ പൊതുസമൂഹത്തിന് അഭിഭാഷകർക്കും ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. സമ്പന്നമായ അഭിഭാഷക പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നീതി നിർവഹണ രംഗത്ത് അഭിഭാഷകൻ എന്ന നിലയിലും പിന്നീട് ന്യായാധിപൻ എന്ന നിലയിൽ വിശിഷ്ടമായ വ്യത്യസ്തത സൂക്ഷിക്കുന്ന ദേവൻ സാറിൻ്റെ ജനാഭിമുഖ്യമുള്ള കണ്ടെത്തലുകളും സമർപ്പണത്തോടെയുള്ള നിലപാടുകളും കൃത്യമായ വിധിന്യായങ്ങളും അലോസരപ്പെടുത്തിയ ഏതോ ഒരു കേന്ദ്രത്തിൻ്റെ കോടാലിക്കൈയായി ഒരാൾ എഴുതിവിടുന്നത് യാതൊരു വിവേചനവും പക്വതയുമില്ലാതെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലേക്ക് തള്ളിവിടുന്നതൊട്ടും സ്വീകരിക്കാനാവില്ല. ഒരു ന്യായാധിപനെ നിരീക്ഷിക്കാനും തിരുത്താനും സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, നാളുകളായി കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരം കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും ആർക്കും പരിശോധിക്കാവുന്നതുമായിരിക്കെ എന്തോ പുതുതായി കണ്ടുപിടിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് ഉദ്ദേശം മോശമാണ്. കൃത്യമായി ഇൻകം ടാക്സ് അടച്ചു വരുന്ന ന്യായാധിപനെതിരെയാണ് ഈ ആരോപണങ്ങൾ എന്നോർക്കണം. തെറ്റുകൾ വന്നെങ്കിൽ തീർച്ചയായും അത് തീർക്കാൻ നിയമമാർഗങ്ങൾ വാർത്താ സൃഷ്ടാവിന് തേടാം. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ധാരാളം നുണകൾ ചേർത്ത് നനച്ച് ആർക്കും ദഹിക്കാവുന്ന വിധം തട്ടിവിടുന്നത് അംഗീകരിക്കാനായില്ല എന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ അറിയിക്കുന്നു. ഇതെഴുതിയ ആളുടെ നാളിതുവരെയുള്ള ചരിത്രം ആർക്കും ഉൾക്കൊള്ളാവുന്നതല്ല എന്നും സമൂഹത്തിന് അഭിലഷണീയമല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഏർപ്പെട്ട് ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായ മാറിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ന്യായാധിപനെയും കുടുംബത്തെയും അപഹസിക്കുന്നത്. ഇത് എഴുത്തു പടച്ചവൻ്റെ മാത്രം തലയിൽ മുളച്ചതല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യമാകും. ഏതൊരു കേന്ദ്രത്തിൽ കൃത്യമായി നടന്ന കുറ്റകരമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. ഈ അപകീർത്തികരമായ വാർത്ത ഷെയർ ചെയ്യുന്ന രീതിയിൽ ഇത് പ്രകടമാണ്. വ്യാജ വാർത്ത സാമൂഹിക ഇടങ്ങളിൽ കുലം കുത്തി ഒഴുകുന്നത് കണ്ടിട്ടും അഭിഭാഷകരും ഉത്തരവാദിത്തപ്പെട്ടവരും പുലർത്തുന്ന നിസ്സംഗതയാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് വ്യാജ വസ്തുതകൾ നിരത്തി ജനങ്ങൾ നകറ്റാൻ നോക്കുന്നത്. തൻ്റെ പദവിയിലിരുന്ന് പരമാവധി നീതി നിർവഹണത്തിന് മുതിരുന്ന നിയമത്തെ ജനങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണമാക്കി ഒരുക്കി ജനങ്ങൾക്കേറെ പ്രതീക്ഷയുള്ള ഒരു ജഡ്ജിയെ അപമാനിക്കുന്നത് വ്യക്തമായ ഗെയിം പ്ലാനോടെയാണ് വ്യക്തമാണ്. ജഡ്ജിയും അഭിഭാഷകരും കൂടി ചേരുന്നതാണ് നീതി നിർവഹണ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു ന്യായാധിപനെതിരെ ഉയരുന്ന വ്യാജമായ ആരോപണം നീതി നിർവഹണ സംവിധാനത്തിൻ്റെ വിശ്വാസത്തെ ബാധിക്കും. ഈ സിസ്റ്റത്തെ തകർക്കാനുള്ള ശ്രമത്തെയും അതിന് പിന്നിലെ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശത്തെയും പുറത്തു കൊണ്ടുവരണം. നിയമ നടപടികൾ ഉണ്ടാകണം. ഉത്തരവാദിത്തപ്പെട്ടവർ, വിശിഷ്ട കോടതിയും പോലീസും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. കേരളത്തിന് ബഹുമാനീയ അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യത്തിൽ നിയമം അനുശാസിക്കുന്ന വിധം ഇടപെടുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ വ്യാജ ആരോപണങ്ങൾ എഴുതിവിടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ലക്ഷ്യം അദ്ദേഹത്തെ നിശബ്ദനാക്കാമെന്നാണെങ്കിൽ അത് നടക്കില്ല.
പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി ഭരണഘടന അവന് നൽകുന്ന അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ആ ശബ്ദം ഉയർന്നു തന്നെ നിൽക്കും. നിങ്ങൾക്കൊരു പക്ഷെ കൊല്ലാനാകും, തോൽപ്പിക്കാനാവില്ല. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ജസ്റ്റിസ് ദേവനെതിരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണം കമ്മികൾ തുടരുകയായിരുന്നു. അങ്ങനെ ദേവൻ രാമചന്ദ്രനെ സംഘിപ്പട്ടം ചാർത്തി ഉല്ലസിച്ചുകൊണ്ടിരുന്ന കമ്മിക്കൂട്ടങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു വാർത്തയായിരുന്നു ജസ്റ്റിസ് ദേവൻ ആറ്റുകാലമ്മയെ അധിക്ഷേപിച്ചു എന്ന വാർത്ത. ഇന്നലെ ഹൈക്കോടതിയിൽ നിർണായകമായ ഒരു കേസ് വന്നപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയ ഒരു പരാമർശമാണ് വളച്ചൊടിച്ച് വ്യാജമായി ആറ്റുകാലമ്മയെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ കമ്മിക്കൂട്ടങ്ങൾ പ്രചരിപ്പിച്ചത്. ആറ്റുകാലമ്മ എന്താ തെരഞ്ഞെടുപ്പിന് നിൽപ്പുണ്ടോ എന്ന് ജസ്റ്റിസ് ദേവൻ ചോദിച്ചു. ആറ്റുകാലമ്മയെ കളിയാക്കി എന്നാണ് ഇക്കൂട്ടർ പ്രചരിപ്പിച്ചത്. സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കുന്ന കമ്മിക്കൂട്ടങ്ങളുടെ ശത്രുക്കൾ സംഘികളുടെ കൂടി തെറി കേൾക്കാനുള്ള ആഗ്രഹം ഇവർക്കുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഇവർ ഈ പണി ചെയ്യുന്നത്. ഇടയ്ക്കിടെ എനിക്കിട്ടും ഇത്തരം പണി ഇക്കൂട്ടർ ചെയ്യാറുണ്ട്. ഇതൊന്നും ഞാൻ ഗൗനിക്കാറില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ആറ്റുകാലമ്മയെ പരിഹസിച്ചു എന്ന വ്യാജ വാർത്തയുമായി കമ്മിക്കൂട്ടങ്ങൾ ഇന്നലെ ഒരുമിച്ച് രംഗത്തിറങ്ങിയത്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? വളരെ വൈകാരികമായ ഒരു വിഷയം ഇന്നലെ ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പിലെത്തുകയാണ്. തൊടുപുഴ മുതലക്കോടം സ്വദേശിയായ ജെയ്സൺ ബെന്നി എന്ന പേരുള്ള 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ റോഡിലെ കുഴിയിൽ വീണ് മരിക്കുന്നു. 15 വർഷമായി തുറന്നിട്ടിരുന്ന ഒരിടത്തേക്കാണ് ജെയ്സൺ വന്ന് വീഴുന്നത്. വളരെ വൈകാരികമാണ് വിഷയം. ആ മരണം കൊണ്ട് ആ കുടുംബത്തിനാണ് നഷ്ടം. മൗറീഷ്യസിലേക്ക് ജോലിക്ക് പോകാൻ വിസയെടുത്ത് നിന്നിരുന്ന ചെറുപ്പക്കാരനാണ്. അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ തകരാറാണ്, ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഈ കേസിനിടയിൽ തന്നെയാണ് റോഡിലെ കൊടിതോരണങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി വഴിനീളെ ഹോർഡിങ്സുകൾ വെച്ചിരിക്കുന്നു. ഇത് ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ ആറ്റുകാലമ്മ ഫ്ലെക്സിലൂടെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്പോൺസർമാരുടെ പേര് വെച്ച് തിളപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചതാണ്. ആറ്റുകാലമ്മ എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് വഷളാക്കാൻ ശ്രമിച്ചത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ജഡ്ജിമാർക്ക് കഴിയാത്തതുകൊണ്ട് അവരെക്കുറിച്ച് എന്തുമാകാം എന്ന അവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒട്ടും ഉചിതമല്ല. വിധി പറയുന്ന ജഡ്ജിയുടെ പേര് പോലും പറയുന്നത് നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം സൈബർ ആക്രമണങ്ങൾ ആരംഭിച്ചാൽ ജഡ്ജിമാർക്ക് നിഷ്പക്ഷമായി അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അടിയന്തരമായി തന്നെ കോടതി ഗൗരവത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ജഡ്ജിമാരുടെ പേര് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്നതും ട്രോള് ചെയ്യുന്നതുമൊക്കെ കോടതി ലക്ഷ്യത്തേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാക്കി മാറ്റുകയും ചെയ്യണം. കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലല്ല ജഡ്ജിമാരെ അധിക്ഷേപിക്കുന്നതും അവർക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി തെരുവിലിറങ്ങുന്നതും. ഇത്തരം സാഹചര്യത്തിന് നിയന്ത്രണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു ജഡ്ജിക്ക് വിധി പറയാൻ ഭയമുണ്ടാവുന്ന സാഹചര്യമുണ്ടാവും. ഭീകരാക്രമണ കേസിൽ മറ്റും പ്രതികളെ ശിക്ഷിക്കുമ്പോൾ ആ ജഡ്ജിമാരുടെ പേര് പറയുന്നതും വിലക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ശത്രുതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾക്ക് ഇക്കുറിയും പിഴയ്ക്കാനാണ് സാധ്യത. നീതിബോധമുള്ള ഒരു ന്യായാധിപനെ ഇതൊന്നും ഗൗനിക്കേണ്ട കാര്യമില്ല, ഗൗനിക്കുകയും അരുത്.